നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ കേന്ദ്രം ഒരുങ്ങുകയാണ്. കേരളത്തിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ സാധ്യത പരിശോധിച്ച് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന് നെല്ല് സംഭരിക്കാനുള്ള ചുമതല നൽകിയേക്കും. ആദ്യഘട്ടത്തിൽ പാലക്കാട്, തൃശൂര് ജില്ലകളിലാകും നടപ്പിലാക്കുക. സാധ്യതാ പഠനത്തിനായി NCCF MD ആനീസ് ജോസഫ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട്ടെത്തി കർഷകരുമായി ചർച്ച നടത്തി. തൃശൂരിലെ കർഷകരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാലക്കാട്ടെ 5 പഞ്ചായത്തുകളിൽ നിന്നായി 500 കർഷകരുടെ സമ്മതപത്രവും NCCF കൈപ്പറ്റി. രജിസ്ട്രേഷൻ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് കർഷകരോട് പറഞ്ഞിട്ടുള്ളത്. 28.20 രൂപയ്ക്കാണ് കർഷകരിൽ നിന്ന് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. ഇപ്പോൾ 69 പൈസ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട്. ഈ തുകയ്ക്ക് തന്നെയായിരിക്കും NCCFും നെല്ല് സംഭരിക്കുക. അതേസമയം കയറ്റുമതിയടക്കം പറ്റിയ ഗുണനിലവാരമുള്ള നെല്ല് ലഭ്യമാക്കിയാൽ അതിനനുസരിച്ച് വില നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായാണ് വിവരം. ആദ്യഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നായി 50,000 ടൺ നെല്ലായിരിക്കും സംഭരിക്കുക. 7 ദിവസത്തിനകം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വില ലഭ്യമാക്കും. പരമാവധി 15 ദിവസത്തിനകം നെല്ലുവില കൊടുത്തു തീർക്കണമെന്നാണ് വാഗ്ദാനം. കേരളത്തിൽ ഭാരത് അരി വിതരണം ചെയ്യുന്നതും NCCF ആണ്. സഹകരണ വകുപ്പിന്റെ ചുമതലയിലുള്ള കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയ ശേഷമാണ് NCCFനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് വിവരം. സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ അടക്കമുള്ള നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെയും കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു. NCCFനെ ചുമതലപ്പെടുത്തണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്